നമസ്കാരം. വി ഡി സതീശൻ വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശനായി മാറുമ്പോൾ ഒരിക്കൽ പോലും മേനോൻ എന്ന പേര് സതീശൻ MLA ആയി സത്യപ്രതിജ്ഞ ചെയ്ത ഒരു കാലത്തും ആരും കേട്ടിട്ടില്ല. സത്യമില്ലേ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടില്ല. കേൾക്കാൻ ഒരു സാധ്യതയുമില്ല. കാരണം സതീശൻ എങ്ങും പറഞ്ഞിട്ടില്ല. സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്തൊന്നും ഇദ്ദേഹം ഈ ജാതി വാല് ചേർത്തിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ജാതി വാല് പെട്ടെന്ന് എങ്ങനെ വന്നു സതീശ എന്നാണ് സ്വന്തം പാർട്ടിക്കാർ പോലും ഇപ്പോൾ ചോദിക്കുന്നത്. പേരിന്റെ അറ്റത്ത് ജാതിവാല് കണ്ടപ്പോൾ വിചാരിച്ചു വലിയ അറിവുള്ളവനാണെന്ന്. സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് അത് വെറും ഒരു വാല് മാത്രമാണെന്ന്. ഇങ്ങനെ ഒന്ന് പണ്ട് എവിടെയോ വായിച്ചിട്ടുണ്ട്. പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോൾ ഓർമ്മയിലേക്ക് വന്നതാണ്. 2026 പേരിന്റെ കൂടെ ജാതിവാല് കൊണ്ട് നടക്കുന്നത് വണ്ടിക്ക് പിന്നിൽ എൽബോർഡ് വെച്ച് നടക്കുന്നത് പോലെയാണ്. സ്വന്തം പക്വത വന്നിട്ടില്ല എന്ന് നാലാളെ അറിയിക്കാനൊക്കെയാണ് എന്ന രീതിയിലൊക്കെയാണ് പൂക്കി പിള്ളേര് ഇപ്പോൾ തണ്ട വൈബ് അടിക്കുന്ന സതീശനെ പറ്റി പറയുന്നത്. മനുഷ്യൻ ചൊവ്വയിൽ കോളനി സ്ഥാപിക്കാൻ നോക്കുന്നു. ഇവിടെ ചിലർ ഇപ്പോഴും പേരിന്റെ അറ്റത്ത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജാതിയുടെ വാല് തെരയുന്ന തിരക്കിലാണ്. വടശ്ശേരി ദാമോദരൻ മേനോൻ സതീശൻ ചർച്ചയിൽ പൂക്കി പിള്ളേരുടെ കമന്റ് അങ്ങനെ നീളുകയാണ്. ഇതിനിടയിൽ ഇന്ന് മാധ്യമങ്ങളോട് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം വി ഡി സതീശൻ നടത്തിയിട്ടുണ്ട്. അത് വളരെ രസകരമായിട്ട് തോന്നി. ഞാൻ എൻ്റെ അച്ഛൻ്റെ പേര് പറഞ്ഞ എന്താ കുഴപ്പം? എൻ്റെ അച്ഛൻ്റെ പേര് അതാണ്. എനിക്ക് അമ്മയുടെ പേര് കൂടി പറയാത്തതിൽ സങ്കടമുണ്ട്. ഞാൻ MLA ആകുന്നതിന് മുമ്പ് മരിച്ചുപോയവരാണ് രണ്ടുപേരും. എൻ്റെ അച്ഛൻ്റെ പേര് കൂടി പറയണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഫുൾ നെയിം ഞാൻ വായിച്ചു. സാധാരണ അങ്ങനെയാണല്ലോ, ഇപ്പോൾ പാസ്പോർട്ടിൽ എഴുതുന്നത് അങ്ങനെയല്ലേ. എൻ്റെ അച്ഛൻ്റെ പേര് കൂടി ഞാൻ പറഞ്ഞു. അച്ഛൻ്റെ പേര് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. സത്യമായിട്ടും ആണെന്നേ. എനിക്ക് സന്തോഷമാണ്. നിറഞ്ഞ മനസ്സോടുകൂടിയല്ലേ പറയണത്. അവരെ ഓർക്കണ്ടേ മാതാപിതാക്കളെ. അമ്മയെ ഞാൻ മനസ്സിലും വിചാരിച്ചു. അച്ഛൻ്റെ പേരും പറഞ്ഞു. അമ്മയുടെ പേര് പറയാൻ സ്കോപ്പില്ല അവിടെ. അതുകൊണ്ടാണ്. ഇല്ലേ അമ്മയുടെ പേര് കൂടി പറഞ്ഞത്. അച്ഛൻ്റെ അമ്മയുടെ പേര് പറയുന്ന അഭിമാനമാണ്. സ്വന്തം അച്ഛന്റെ പേരും ഒക്കെ പറയുന്നത് ഒരു തെറ്റുള്ള കാര്യമൊന്നുമില്ല. ഇവിടെ സ്വന്തം അച്ഛന്റെ പേര് പറയുന്നതല്ലല്ലോ വിഷയം. ഈ ജാതി പേര് പറയുന്നതാണല്ലോ ചർച്ച. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് സതീശ നേരത്തെയൊക്കെ ഈ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഈ ജാതി പേര്, അത് ഈ പേര് ഇങ്ങനെ പറയാതിരുന്നത്, വടശ്ശേരി ദാമോദര മേനോൻ എന്ന് പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യം വരും. പക്ഷെ ആ ചോദ്യത്തിന് എന്തായാലും CM-ന്റെ ഭാഗത്തുനിന്ന് ഒരു ഉത്തരവ് ഉണ്ടാകില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത് അദ്ദേഹം ഇപ്പൊ ഇറക്കിയത് ഒരു ന്യായീകരണമാണ്. അന്നൊന്നും പറയാത്ത ഒന്ന് ഇന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം ഉണ്ടാകും. എന്തു ആകട്ടെ. പക്ഷേ അമ്മയുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കാര്യം എന്നൊന്നും ചോദിക്കുന്നതിലൊരു കാര്യമൊന്നുമില്ല. എന്തുകൊണ്ട് അന്ന് പറഞ്ഞില്ല എന്ന മറുചോദ്യത്തിന് മുമ്പിൽ വി ഡി സതീശന് ഉത്തരമുണ്ടാകില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഇതിനിടയിൽ വി ഡി സതീശൻ അംബേദ്കറെ വായിക്കാൻ അധിക സമയം കണ്ടെത്തണം എന്നായിരുന്നു കോൺഗ്രസ് നേതാവ് VR അനൂപിന്റെ വിമർശനം. പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. അനൂപ് ഗംഭീരമായി തന്നെ ഒരു വിമർശനം കുറിപ്പ് തന്നെ എഴുതിയിട്ടുണ്ട്. വടശ്ശേരി രവീന്ദ്രനാഥ് അനൂപ് എന്ന ഞാൻ ട്രോളല്ല എന്ന് അദ്ദേഹം പറയുകയാണ്. വടശ്ശേരി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മാത്രമല്ല എന്റെയും കുടുംബ പേരാണ്. മലയാളത്തിൽ വടശ്ശേരി എന്നല്ല വടാശ്ശേരി എന്നും വായിക്കും. പക്ഷേ ഞങ്ങൾ മേനോൻ, നായർ, വർമ്മ ഒന്നുമല്ല, തീയ ഈഴവയാണ്. ഇതേ കുടുംബ പേരുള്ള മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കണ്ടിട്ടുണ്ട്. അവർ ഈഴവർ മതം മാറിയതാവാനും സാധ്യതയുണ്ട്. കേരളത്തിലെ മുസ്ലിമുകളിലും ക്രിസ്ത്യാനികളിലും വലിയൊരു വിഭാഗം ഈഴവർ മതം മാറിയവരാണല്ലോ. എന്തുകൊണ്ട് ഇപ്പോൾ വടശ്ശേരി ദാമോദര മേനോൻ വരുന്നു എന്നാണല്ലോ ചോദ്യം. അത് അദ്ദേഹത്തിന്റെ പേരിന്റെ എക്സ്പാൻഷൻ ആണ് എന്നതാണ് ഒരു വാദം. എന്നാൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ മുൻ സത്യപ്രതിജ്ഞകളിൽ വരാത്ത മേനോൻ ഇപ്പോൾ എങ്ങനെ വന്നു എന്നതാണ് ചോദ്യം. ജാതി ഒരേ സമയം ഒരു സാമൂഹിക മൂലധനവും സാമൂഹിക അധികാരവുമാണ്. ഏതാണ്ട് ഒരു വർഷം മുമ്പ് ഇന്നത്തെ മുഖ്യമന്ത്രി അന്നത്തെ പ്രതിപക്ഷ നേതാവിനോടൊപ്പം അന്തരിച്ച ചിന്തകൻ KK കൊച്ചിനെ സന്ദർശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഓർത്തുപോകുന്നു. അംബേദ്കറെ അധികം വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഔദ്യോഗിക കൃത്യ നിർവഹണത്തിന്റെ തിരക്കുകൾക്കിടയിലും വായനയ്ക്ക് വലിയ സമയം കണ്ടെത്തുന്ന അങ്ങ് അംബേദ്കറെ വായിക്കാൻ അധിക സമയം കണ്ടെത്തണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും അംബേദ്കർ പറഞ്ഞിട്ടുള്ള കാര്യം സതീശനെ ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. മതം എന്നത് വ്യക്തിപരമാണ്. അത് സാമൂഹികവും രാഷ്ട്രീയപരവുമായ ജീവിതത്തിലേക്ക് കലരുമ്പോൾ ജനാധിപത്യത്തിന്റെ അന്തസത്ത തന്നെ തകരും. ഇത് ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രം കേട്ടോ സീമാൻ. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പേരിനൊപ്പം മേനോൻ എന്ന് ചേർത്ത വി ഡി സതീശനെ വിമർശിച്ച് എഴുത്തുകാരൻ വിനിൽ പോളും ഇന്ന് രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഞാനൊന്ന് വായിക്കാം. പഴയടം ബാബുവോ മോഹനനോ അയാളുടെ പേര് എന്നതാണോ? കച്ചവടം കൂട്ടാൻ വേണ്ടി ജാതിവാല് തൂക്കിയ പോലെ ആണ് മുഖ്യമന്ത്രിയുടെ മേനോൻ പ്രയോഗം എന്ന് തോന്നുന്നു. നിഷ്കളങ്കമല്ല, കൃത്യമായ ലക്ഷ്യമുണ്ട് മേനോൻ പ്രയോഗത്തിന്. ഇന്ത്യൻ സമൂഹത്തിൽ ജാതിവാലിന്റെ പങ്ക് എന്താണ് എന്ന് കാണിക്കുന്ന ഒരു പഠനമാണ് ഇത്. ലെഗസി ഓഫ് സോഷ്യൽ എക്സ്ക്ലൂഷൻ, എ കറസ്പോണ്ടന്റ് സ്റ്റഡി ഓഫ് ജോബ് ഡിസ്ക്രിമിനേഷൻ ഇൻ ഇന്ത്യ എന്നാണ് സുക്കാഡുവോ, ടോറത്ത് ആൻഡ് പോൾ അറ്റൻവാൾ നടത്തിയത്. ജോലിക്ക് വേണ്ടിയുള്ള അപേക്ഷയിൽ ജാതിവാൽ വെച്ച് തുല്യ യോഗ്യതയോട് കൂടി ഫേക്ക് CV, അതായത് ബ്രാഹ്മിൺ, ദളിത്, മുസ്ലിം സ്വകാര്യ കമ്പനികളിലേക്ക് അയച്ചപ്പോൾ ബ്രാഹ്മണ ഉയർന്ന ജാതി പേരുകൾക്ക് കൂടുതൽ ഇന്റർവ്യൂ കോൾ ലഭിക്കുകയും ദളിത് മുസ്ലിം പേരുകളുള്ള CV ഒരുപാട് പിന്നിലാകുകയും ചെയ്തു. യോഗ്യത
ഒരുപോലെ ആയിരുന്നെങ്കിലും പേര് മാത്രം അവസരങ്ങൾ നിർണയിച്ചു. ജാതി ഇപ്പോൾ ഇല്ല. അതൊക്കെ പഴയ കഥ എന്ന് പറയുന്നവർക്ക് ഈ പഠനം ഓർമ്മിക്കാം. നീയൊക്കെ ജാതിവാൽ തൂക്കുന്നത് ഭൂരിപക്ഷം വരുന്ന മനുഷ്യരിൽ നിന്ന് അകലാനാണ് എന്ന് മനസ്സിലാക്കുക പ്ലീസ്. അതുകൊണ്ടാണ് മേനോൻ എന്ന പ്രയോഗം അല്ലെങ്കിൽ അധികാരവേദിയിൽ ജാതിപ്പേര് ഉച്ചരിക്കുന്നത് വ്യക്തിപരമായ ഇഷ്ടം മാത്രമല്ല, സാമൂഹിക അധികാരത്തിന്റെ പ്രഖ്യാപനമായി വായിക്കപ്പെടുന്നത്. ഒരു മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഭരണഘടനയോടും ജനങ്ങളോടുമുള്ള പ്രതിബദ്ധതയാണ് മുൻപന്തിയിൽ വരേണ്ടത്, ജാതി തിരിച്ചറിയലല്ല. ജനാധിപത്യ പുരോഗമന ഇന്ത്യയിൽ ഒരു മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുന്ന നിമിഷം ജനങ്ങളോടുള്ള ഭരണഘടനാപരമായ പ്രതിബദ്ധതയുടെ നിമിഷമാണ്, അല്ലാതെ ജാതി പ്രഖ്യാപനത്തിന്റെ വേദിയല്ല. മേനോൻ എന്ന ജാതി നാമം പ്രത്യേകം ഉയർത്തി പറഞ്ഞത് കേരളം ദീർഘകാല സാമൂഹിക നവോത്ഥാന പോരാട്ടങ്ങളിലൂടെ നേടിയ സമത്വ ബോധത്തോടുള്ള വെല്ലുവിളിയാണ്, അല്ലെങ്കിൽ അതൊരു അറിവില്ലായ്മയാണ്. അധികാരവേദിയിൽ ജാതിയെ ആഘോഷിക്കുന്നത് കേരളത്തിന് അപമാനമാണ്. അത്തരം സമൂഹത്തിൽ അധികാരത്തിന്റെ വേദിയിൽ ജാതിപ്പേര് ഉയർത്തിക്കാട്ടുന്നത് പുരോഗമന രാഷ്ട്രീയത്തിന്റെ ആത്മാവിനോടുള്ള വിരുദ്ധ സന്ദേശമാണ്. ഇതിന് സമാനമായ അശ്ലീലമാണ് ശ്രീകണ്ഠൻ നായരുടെ തമ്മിൽ തമ്മിൽ എന്ന ഷോ. ഇന്ത്യൻ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ജാതി. പ്രസ്തുത വിഷയം ചർച്ചയ്ക്കെടുത്താൽ നായരുടെ സീറ്റ് എവിടെയായിരിക്കും? നടക്ക് നിൽക്കാൻ യോഗ്യതയുണ്ടോ? മന്ത്രവാദികളുടെ സീറ്റിൽ ഇരിക്കണോ എന്ന് ചോദിച്ചാണ് അത് അവസാനിക്കുന്നത്. ഒപ്പം വി ഡി സതീശനെതിരെ പരിഹാസവുമായി CPM നേതാവ് P സരിനും രംഗത്തെത്തി. ദാമോദരൻ മകൻ ദിൽമാൻ ഇടക്കൊച്ചിയെ ജനങ്ങൾ ഡ്യൂഡ് എന്ന് വിളിച്ച പോലെ ഇനി മേനോൻ സാറേ എന്ന് വിളിക്കണം എന്നാകുമോ കവി ഉദ്ദേശിച്ചത് എന്നാണ് അദ്ദേഹം ചോദിച്ചത്. അതിനിടയിൽ 13 നമ്പർ കാറ് പ്രശ്നം, 13-ാം നമ്പർ മുഖ്യമന്ത്രി പ്രശ്നമല്ല എന്ന ഒരു ചർച്ച കൂടി ഇപ്പോൾ ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. വി ഡി സതീശൻ സർക്കാരിൽ ഒരാളും 13-ാം നമ്പർ കാർ തെരഞ്ഞെടുക്കാത്തത് ലജ്ജാവഹമാണെന്ന് പറയാതെ വയ്യ. പുരോഗമന ചിന്തകർ ഉള്ള നാട്ടിൽ ഭരണാധികാരികൾ അന്ധമായ വിശ്വാസങ്ങൾ മുറുകെ പുണരുന്നത് നല്ല സന്ദേശമല്ലെന്നും ഇത്തരം നിലപാട് സ്വീകരിക്കുന്നത് സയന്റിഫിക് ടെമ്പർ ചോർന്നു പോകാൻ കാരണമാകുമെന്നും ഈ വിഷയത്തിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 13-ാം നമ്പർ കാർ ഉപയോഗിച്ച മുൻ മന്ത്രി പ്രസാദ് നടത്തിയ ഒരു പ്രതികരണം കാണാനിടയായി. 100% കറക്റ്റ് ആണത്. 13 അശുഭമാണെങ്കിൽ നമ്മൾ എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, എത്ര കല്യാണം നടക്കുന്നു, കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. 13 പ്രശ്നമുള്ളതാണെങ്കിൽ 13-ാം തീയതി ട്രെയിനുകൾ ഓടരുതെന്ന് ഇനി സർക്കാർ പറയുമോ? വിമാനങ്ങൾ പറക്കരുത്, വാഹനങ്ങൾ ഓടരുത് എന്ന് പറയുമോ? 2026-ൽ ക്വാണ്ടം ഫിസിക്സിന്റെ 100-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് 13-ാം നമ്പർ ഭാഗ്യമില്ലാത്ത നമ്പറാണെന്ന് പറഞ്ഞ് ഒരു സർക്കാർ രാജ്യത്തിന് മുമ്പിൽ ഇങ്ങനെ അപഹാസ്യരാകുന്നത്. വി ഡി സതീശൻ മന്ത്രിസഭയിലെ ആരും 13-ാം നമ്പർ കാർ തെരഞ്ഞെടുക്കുന്നില്ല. മുൻപും UDF മന്ത്രിസഭയിൽ ആരും 13-ാം നമ്പർ കാർ ഉപയോഗിച്ചിരുന്നില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ സർക്കാരിൽ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന P പ്രസാദാണ് 13-ാം നമ്പർ കാർ ഉപയോഗിച്ചിരുന്നത്. ആദ്യ പിണറായി സർക്കാരിൽ ധനവകുപ്പ് മന്ത്രിയായിരുന്ന തോമസ് ഐസക്കാണ് 13-ാം നമ്പർ ചോദിച്ചു വാങ്ങി അതിനു മുമ്പ് ഉപയോഗിച്ചിരുന്നത്. 2006-ൽ VS അച്യുതാനന്ദൻ സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന MA ബേബിയാണ് 13-ാം നമ്പർ അതിനു മുമ്പ് ഉപയോഗിച്ചിരുന്നത്. എന്തായാലും അന്ധവിശ്വാസം UDFന് നല്ലതല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കൂടാതെ ലത്തീൻ സഭ മന്ത്രിമാരുടെ കാര്യത്തിൽ ഇടപെടുന്നു. ജാതിമത സംഘടനകളുടെ ഇടപെടൽ വല്ലാത്ത രീതിയിൽ തന്നെ ഈ സർക്കാരിനെ ഇങ്ങനെ പിടിച്ചു കുലുക്കുന്ന കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നു. 10 വർഷം നമ്മൾ ആരും കേരളത്തിൽ കാണാത്ത ഒരുപാട് കലാരൂപങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നെഹ്റുവിയൻ മതേതരത്വം ഒന്ന് ഓർമ്മപ്പെടുത്താത്ത വയ്യ കേട്ടോ. ഈ സർക്കാരിനെ തീർച്ചയായും അത് ഓർമ്മപ്പെടുത്തേണ്ടതാണ്. ഈ അവസരത്തിൽ ഇത് പറഞ്ഞില്ലെങ്കിൽ എപ്പോഴാണ്? ഭരണകൂടത്തിന് ഒരു മതമില്ല. സർക്കാർ എല്ലാ മതങ്ങളിൽ നിന്നും തുല്യ അകലം പാലിക്കേണ്ടതുണ്ട്. അല്ലാതെ മത നേതാക്കളുടെ തിണ്ണ നിരങ്ങുകയല്ല വേണ്ടത്. ഇത് നെഹ്റുവിയൻ എന്ന് പറഞ്ഞു നടക്കുന്നവർക്ക് വേണ്ടി സമർപ്പിക്കുകയാണ്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ പോലും വി ഡി സതീശൻ വെള്ളാപ്പള്ളി നടേശനെ കാണും, അവരെ കാണും, ഇവരെ കാണുമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അന്നൊരു നിലപാട്, ഇന്ന് വേറൊരു നിലപാട്. എന്തായാലും നിലപാടുകൾ തമ്മിലൊന്നും ഒത്തുപോകുന്നില്ലല്ലോ സതീശൻ സാറേ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.